സൂപ്പർ ലീഗ് മത്സരം അത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് ശരിക്കും കാര്യമായ കോൺട്രിബ്യൂഷൻ ഒട്ടും ചെയ്തിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് 1996 ഇന്ത്യയുടെ റാങ്കിങ് 95 ഇപ്പോൾ 139 എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ കാണുമല്ലോ. ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, യൂറോപ്യൻ ലീഗ് പോലെയല്ല ഇന്ത്യൻ സൂപ്പർ ലീഗ്. ലീഗ് എന്നുള്ള പേരൊക്കെ ഒരുപോലെയാണെങ്കിലും രണ്ടും രണ്ട് തരത്തിലാണ് അതിൻ്റെ സ്ട്രക്ചറിങ്. യൂറോപ്യൻ ലീഗുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയാലും ജർമ്മനിയിലെ ബുണ്ടസ് ലീഗ് ആയാലും അതല്ല മറ്റേ ഇറ്റലിയിലെ സീരിയ ആയാലും ഏതായാലും അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ കേൾക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് ലെയറാണ്. ഏറ്റവും മികച്ച 18 ടീമുകളോ മറ്റോ കളിക്കുന്ന ഒരു ലെയറാണത്. ആ 18 ടീമിന് തൊട്ട് താഴെ കളിക്കുന്ന ടൂർണമെൻറ്റിന് തൊട്ട് താഴെ രണ്ടാം കിട ടീമുകൾ കളിക്കുന്ന ഒരു ലെയർ, മൂന്നാം കിട ടീമുകൾ കളിക്കുന്ന ഒരു ലെയർ, അങ്ങനെ നിരവധി തട്ടുകൾ താഴേക്കുണ്ട്. ഏറ്റവും താഴെ കിടകയിലുള്ളത് ഒരു നാട്ടിൻപുറത്തൊരു ക്ലബിന് ചേരാൻ പറ്റുന്ന കൊച്ചു ലീഗാണത്. അങ്ങനെ കുറേ ലീഗുകളുണ്ട്. ആ ലീഗിൽ കളിച്ച് അതിൽ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കിട്ടിയാൽ അടുത്ത തട്ടിലേക്ക് പ്രൊമോഷൻ വരും. അങ്ങനെ പടിപടിയായിട്ട് അങ്ങനെയാണ് ഏറ്റവും മുകളിലെത്തുന്നത്. ഇവിടെ ആകെ ഒരു ലെയറേ ഉള്ളൂ, ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ പറ്റി അത്ര തന്നെ. അവിടേക്ക് എത്താൻ ആർക്കും പറ്റില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞ് ഇതൊരു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഗുണവും ചെയ്യുന്നില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സത്യത്തിൽ കേരളവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ആ പേരിലല്ലാതെ നമ്മുടെ നാടുമായിട്ട് അതിന് വലിയ നാഭീനാള ബന്ധമൊന്നുമില്ല. അതിൽ കുറച്ച് കളിക്കാർ, 1-2 കളിക്കാർ മലയാളികളുണ്ടായിരിക്കും, കുറച്ച് വിദേശികളുണ്ടാവും. അടുത്ത കൊല്ലം ഇവരൊന്നും ആവില്ല കളിക്കുന്നത്. അങ്ങനെയല്ല ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ അവസ്ഥ. ആ നാടിൻ്റെ ചരിത്രവുമായിട്ട് ആ ക്ലബിന് അങ്ങേയറ്റം ബന്ധമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റലിയിലെ യുവാൻറ്റസ് എന്നൊരു ക്ലബ്ബുണ്ട്. ആ യുവാൻറ്റസ് എന്ന ക്ലബ്ബ് സ്ഥാപിച്ചതാരാണെന്നറിയോ? അവിടെയുള്ള ഒരു കൊച്ചു സ്കൂളിലെ കുറച്ച് കുട്ടികൾ, 19ാം നൂറ്റാണ്ടിലെ പഴയ കഥയാണത്. 19ാം നൂറ്റാണ്ടിൽ അവർ ക്ലാസ്സിൽ ഉഴപ്പി നടക്കുന്ന പിള്ളേരാണ്. അവർ ക്ലാസ്സിൽ കയറാതെ ഒരു പീരീഡ് പുറത്ത് കയറി ഇരുന്നു, സ്കൂളിൻ്റെ പുറത്ത്. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു, നമുക്കൊരു ക്ലബ്ബ്, ഒരു ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങിയാലോ? തുടങ്ങാം. അന്ന് തുടങ്ങിയതാണ് ഈ യുവാൻറ്റസ് ക്ലബ്ബ്. അവരന്ന് ആദ്യം ഇരുന്ന ഒരു ചെറിയൊരു കസേരയും ടേബിളൊക്കെ ഉണ്ട്. ഇന്നും അവർ യുവാൻറ്റസ് ക്ലബ്ബുകാർ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഇതിലാണ് നടന്നത്. കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണെന്ന് ആലോചിക്കണം. അവർ തുടങ്ങിയതാണ്. അപ്പോൾ ആ നാട്ടിലെ ആളുകൾക്ക് യുവാൻറ്റസ് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളുടെ ക്ലബ്ബാണത്. അവർ അത്രയും വൈകാരികത ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കേരളവുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്രം വായിച്ചാൽ അല്ലെങ്കിൽ TV തുറന്നാൽ കാണും, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ടീമിൻ്റെ പേര്. അതെയോ, അതിലൊരു ആനയുടെ ചിത്രമൊക്കെ ഉണ്ടായിരിക്കും. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. നാളെ പറയും കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റു, അത് ബംഗാളിലുള്ള വേറൊരു വ്യവസായി മേടിച്ചു എന്ന് പറഞ്ഞാൽ മേടിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല യൂറോപ്പിലെ. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമൊക്കെയുള്ള. സാറുമായിട്ട് നമ്മളൊരിക്കൽ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സാറ് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ലബ്ബുകളിലൊന്ന് തൃശ്ശൂരാണ്. ആണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്, സത്യമാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരമൊന്നും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആരും റിസർച്ച് ചെയ്തിട്ടില്ല. ഒല്ലൂരിലുള്ള ഒരു ഫെർഗ്യൂസൺ ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ്, അതായത് തൃശ്ശൂരിൻ്റെ അടുത്താണല്ലോ ഒല്ലൂർ. അതെ, ആ ക്ലബ്ബ് ഉണ്ടാക്കിയത് 19ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന ചെൽസിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ. അതായത് പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ ക്ലബ്ബുകളുടെ അത്രയും ഒരുപക്ഷെ അതിനേക്കാൾ. കാരണം ഇപ്പോൾ ചെൽസിയേക്കാൾ പഴക്കമുണ്ട് അതിനെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പഴക്കമുണ്ട്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഈ ഫെർഗ്യൂസൺ ക്ലബ്ബ് ഉണ്ടാക്കുന്ന സമയത്ത് ചെൽസി ഉണ്ടായിട്ടുണ്ടാവില്ല, പ്രധാനപ്പെട്ട പല ബയൺ മ്യൂണിക് ഉണ്ടായിട്ടില്ല, അതിന് മുമ്പാണ്. അല്ല, ചുരുക്കത്തിൽ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മികച്ച ഫുട്ബോൾ പാരമ്പര്യം ഉണ്ട്. നല്ല, അതായത് ബ്രിട്ടനിലെ ഫുട്ബോൾ ഉണ്ടായ ശേഷം തൊട്ട് പിന്നാലെ ഇന്ത്യയിൽ കൽക്കട്ടയിലുണ്ടായ ഒരു ക്ലബ്ബാണ് ശാരദ ക്ലബ്ബ്. വിവേകാനന്ദന് മുമ്പേ, 19ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ചില ക്ലബ്ബുകളുടെ പിറകിൽ വിവേകാനന്ദൻ്റെ എഫേർട്ട് ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, അതായത് അവിടെ ഒരു ക്ലബ്ബിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എന്താ പറയുക പിതാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾ, സർവാധികാരി എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. ക്ലബ്ബുണ്ടായ സമയത്ത് അവിടെ ഒരു ജാതി പ്രശ്നം ഉണ്ടായി. അതായത് ഉന്നത ജാതിക്കാരെ മാത്രമേ കളിപ്പിക്കുള്ളൂ എന്ന് ചില അന്നത്തെ പഴമക്കാരായിട്ടുള്ള ഈ എന്താ പറയുക ഇത്തരം അന്നത്തെ കാലം അതാണല്ലോ, ഇതൊക്കെ അംഗീകരിച്ചിരുന്ന കാലമായിരുന്നല്ലോ. അവർ ബഹളം ഉണ്ടാക്കി. അപ്പോൾ തങ്ങളുടെ ടീമിൽ നല്ല 2 കളിക്കാരെ തിരഞ്ഞെടുത്തു.
പക്ഷേ ആ കളിക്കാർ ഉയർന്ന ജാതിക്കാരല്ല, അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങൾ. ഈ കാര്യത്തിൽ സർവാധികാരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്വന്തം ക്ലബ്ബ് അങ്ങ് പിരിച്ചു വിട്ടു, പുതിയൊരു ക്ലബ്ബ് ഉണ്ടാക്കി. എന്നാൽ വേണ്ട, നീ നിൻ്റെ ക്ലബ്ബുമായിട്ട് പോയിക്കോ, ഞാൻ പുതിയ ക്ലബ്ബ് ഉണ്ടാക്കിക്കോളാം എന്നുകൊണ്ട് പുതിയ ക്ലബ്ബ് ഉണ്ടാക്കി. അത്തരം ശ്രമങ്ങൾക്ക് ഒക്കെ പിന്തുണ സർവാധികാരിക്ക് കൊടുത്ത ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ട് തൊട്ടടുത്ത് നിന്നിട്ട്. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് സർവാധികാരിയുടെ കൂടെ നിന്നു. അതെ, ജാതിക്ക് അതീതമായിട്ട് ചിന്തിക്കേണ്ട സ്ഥലമാണ് നമ്മൾ. അതായത് ചുരുക്കം പറഞ്ഞാൽ അതൊരു സ്പോർട്സിനുപരിയായി വലിയ ഒരു സാമൂഹ്യ ബോധം കൂടെ ഉണ്ടാക്കുന്നതല്ലേ. ഇന്ത്യ ചരിത്രത്തിൽ ഈ എന്താ പറയുക, ജാതീതര മതേതരമായ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിൽ സ്വാമി വിവേകാനന്ദൻ ഫുട്ബോളിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് വലിയ കാര്യമല്ലേ. അതെ അതെ, ഇത് സ്വാമി വിവേകാനന്ദനാണ് ചെയ്തത്. അപ്പൊ സ്വാമി വിവേകാനന്ദനെ പറ്റി ഇവിടെ ജനറലായിട്ട് പൊതുവെ എല്ലാവരും പറയുന്നത് ഷിക്കാഗോ സ്വാമി വിവേകാനന്ദൻ അവിടെ പോയൊരു പ്രസംഗം. അതെ, അതൊന്നുമല്ല, അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണിത്. അദ്ദേഹം ഇതും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ജാതീതരമായിട്ടുള്ള നമ്മുടെ ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതി പറഞ്ഞിട്ട് തൊടാൻ പാടില്ല, തൊട്ടുകൂടായ്മ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ?